റഷ്യയുമായിട്ട് വലിയൊരു അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് കസഖസ്ഥാൻ. ഈ കസഖസ്ഥാൻ ഇപ്പം അമേരിക്കയോടൊപ്പം ചേർന്നിട്ട് അബ്രഹാം അക്കോർഡിലേക്ക് ജോയിൻ ചെയ്യാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കസഖസ്ഥാൻ ഏതാണ്ട് ബില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ അവരും ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഏഷ്യയിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും എതിരെ അമേരിക്ക ഇറങ്ങി വരുന്നുണ്ട്. ഈ സെൻട്രൽ ഏഷ്യയിൽ പ്രത്യേകിച്ച് കസഖസ്ഥാൻ, കിർഗിസ്ഥാൻ, അസർബൈജാൻ, അർമേനിയ. ഇതിനകത്ത് അസർബൈജാനാണ് ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. അബ്രഹാം അക്കോർഡിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്ന് അസർബൈജാൻ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രിമെന്റുകളൊന്നും സൈൻ ചെയ്തിട്ടില്ല, പക്ഷേ അവര് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങൾ, അപ്പൊ ഇത് അസർബൈജാനൊക്കെ അബ്രഹാം അക്കോർഡിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറാനിന് കിട്ടുന്ന ഒരു തിരിച്ചടിയാണത്. ആ രീതിയിൽ അമേരിക്ക സെൻട്രൽ ഏഷ്യയിൽ കയറി നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇൻഡയറക്ട്ലി ചൈനയ്ക്കിട്ട് പണി കൊടുക്കാൻ തന്നെയാണ് അമേരിക്ക ഇറങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കുറച്ച് നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഗ്രിമെന്റ് തയ്യാറാക്കുന്നുണ്ട്. പുതിയ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് റെയർ എർത്ത് എലമെന്റ്സ് കൊടുക്കുക. അതും തന്നെ മാസീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി, ലാർജ് ക്വാണ്ടിറ്റി നിർത്തിയിരിക്കുകയാണ്. ലാർജ് ക്വാണ്ടിറ്റി ഇപ്പോഴും കൊടുക്കൂല.